ഇന്ന് കേരളത്തിൽ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ട് നേതാക്കൾ മാത്രമാണ്. ഒന്ന് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. അദ്ദേഹം ആര് വികസന പ്രവർത്തനങ്ങൾ ചെയ്താലും, കേന്ദ്ര സർക്കാരായാലും സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കൾ മന്ത്രിമാർ വികസന പ്രവർത്തനങ്ങൾ ചെയ്താലും ആദ്യമായി ഫ്ലെക്സ് അടിച്ചു വെക്കുന്നത് ഈ വികസന നായകനായ മുഹമ്മദ് റിയാസ് ആണ്. അത് അവരുടെ മന്ത്രി തന്നെ, CPM-ന്റെ മന്ത്രി തന്നെ, MP രാജേഷ് തന്നെ പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ. കാരണം അദ്ദേഹം ഒരു വികസന പ്രവർത്തനം ചെയ്തപ്പോൾ അന്ന് അവിടെ ആദ്യമായി ഫ്ലെക്സ് അടിച്ചു വെച്ച് ആ പരിപാടിക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ മുഹമ്മദ് റിയാസ് ആണ്. അങ്ങനെ CPM-ന്റെ വികസന നായകൻ മുഹമ്മദ് റിയാസ് ആണെങ്കിൽ BJP-യുടെ വികസന നായകൻ അത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി നിരന്തരം വികസനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം രാജ്യസഭ MP ആയപ്പോൾ 1 കോടി രൂപ മുടക്കി തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റ് നവീകരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ആദ്യമായി ചെയ്ത പ്രോജക്റ്റ് തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനമാണ്. പിന്നീട് തൃശ്ശൂരിന്റെ ബസ് സ്റ്റാൻഡ് വികസനം, അതോടൊപ്പം തന്നെ അവിടെ ആകാശപാതകൾ നിർമ്മിക്കുന്നു, മികച്ച റോഡുകൾ വരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വികസന അജണ്ട മാത്രം ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അവിടെ വന്ദേ ഭാരത് പുതിയ കേരളത്തിന് അനുവദിച്ചത് അവിടെ തൃശ്ശൂരിൽ സ്വീകരണം നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ടാണ്. നാം ഇപ്പോഴും മെട്രോയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് സുരേഷ് ഗോപി ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ ബുള്ളറ്റ് ട്രെയിൻ വരും. അതിന് നാം ചെയ്യാനുള്ളത് ഈ സ്ഥലം കണ്ടെത്തി നൽകുക. കേന്ദ്ര റെയിൽവേ മന്ത്രിയും കേരളത്തിൽ വരുമ്പോൾ കേരളത്തെ വിമർശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥലം നൽകില്ല. അത് നാം ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാലും അറിയാം, മലയാളികൾക്ക് സ്ഥലം നൽകാൻ ബുദ്ധിമുട്ടാണ്. റോഡ് വേണം, വികസനം വേണം, എല്ലാം വേണം. പക്ഷേ സ്ഥലം നൽകാൻ വലിയ രീതിയിൽ അവർക്ക് കഴിയുന്നില്ല. ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രീതിയിൽ റോഡ് വികസനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതി കാരണം ഇവിടെ റോഡുകൾ വികസിക്കാത്തത്. അത് പലതവണ നമ്മുടെ റെയിൽവേ മന്ത്രി ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ദേ ഭാരത് തരാം, എത്ര കോടി രൂപ പണം നൽകാം, റെയിൽവേ നിങ്ങൾ ആവശ്യപ്പെടുന്ന വികസനം ചെയ്തു തരാം, പക്ഷെ നിങ്ങൾ സ്ഥലം കണ്ടെത്തി തരൂ. പക്ഷെ സ്ഥലം കണ്ടെത്തി കൊടുക്കുവാൻ അത് ഏതാണെന്ന് അറിയില്ല. ഇനി ഈ ജനങ്ങളുടെ ഈ ഇടുങ്ങിയ ചിന്താഗതിയാണോ, അതോ ഈ വികസന പ്രവർത്തനങ്ങൾ വന്നാൽ അത് BJP-യുടെ ക്രെഡിറ്റായി പോകുമെന്നുള്ള ചിന്താഗതിയാണോ എന്നറിയില്ല. എന്തായാലും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ സ്ഥലത്തിന്റെ പരിമിതിയാണ്. ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിനുകൾ കേരളത്തിൽ ഓടണമെങ്കിൽ ഈ വളവുകളില്ലാത്ത റെയിൽവേ ലൈൻ വേണം. ആ വളവുകളില്ലാതെ പൂർണ്ണമായി തന്നെ റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ സ്ഥലം ആവശ്യമാണ്. ഈ സ്ഥലം കണ്ടെത്തി നൽകുകയാണെങ്കിൽ കേരളത്തിന് ബുള്ളറ്റ് ട്രെയിൻ അനുവദിക്കാം, എത്ര കോടി രൂപ വേണമെങ്കിലും തങ്ങൾ നൽകാമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം സംസ്ഥാന സർക്കാരിനുള്ള ഒരു സന്ദേശമാണ്. അവർ കൃത്യമായി തന്നെ സ്ഥലം കണ്ടെത്തി നൽകിയാൽ അത് ഇപ്പോൾ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അത് BJP-ക്കാരായാലും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും നിലനിന്നിരുന്നു. കാരണം ഈ കുറച്ച് ബലപ്രയോഗത്തിലൂടെയെങ്കിലും ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ മലയാളികൾക്ക് സ്ഥലം നൽകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബലപ്രയോഗത്തിലൂടെ നമുക്ക് സ്ഥലം കണ്ടെത്തേണ്ടി വരും. അങ്ങനെ കണ്ടെത്താൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ചിലയിടങ്ങളെങ്കിലും അങ്ങനെ ഒരു നടപ്പിലാക്കാൻ, കൃത്യമായി തന്നെ സ്ഥലം എടുത്ത് നൽകുവാൻ, അത് പക്ഷേ തമിഴ്നാട്ടിൽ 45 മീറ്റർ ആണെങ്കിൽ കേരളത്തിൽ അത് 30 മീറ്ററേ ഉള്ളൂ. ആ രീതിയിലേക്കെങ്കിലും സ്ഥലം എടുത്തു കൊടുക്കുവാൻ എന്തായാലും പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട് പിന്നീട് നാം കണ്ടതാണ് എയിംസുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ട്. എയിംസിനും സ്ഥലം നൽകാത്തത്. പക്ഷേ എയിംസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ CPM പറയുന്നത് ഞങ്ങൾ കോഴിക്കോട് സ്ഥലം കണ്ടെത്തി നൽകിയിട്ടുണ്ട്, അത് സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും അവിടെ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ സ്ഥലം എടുത്തു നൽകാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയം ഏതായാലും വികസന പ്രവർത്തനങ്ങളാണ് നിലവിൽ ആവശ്യം. നാം കേരളവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും, ഒരു കാലത്ത് വലിയ രീതിയിൽ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യത്തിലെല്ലാം മുന്നേറിയിരുന്ന ആ കേരളം ഇപ്പോഴും 2000-ൽ നിൽക്കുകയാണ്.
നമ്മുടെ സമീപത്തുള്ള തമിഴ്നാടും കർണാടകയും എല്ലാം പരിശോധിച്ചാൽ അവർ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവിടെ 6 വരിപ്പാതയും 8 വരിപ്പാതയുമായി മുന്നോട്ട് പോകുമ്പോഴും നാം ഇന്ന് 2 വരിപ്പാതയുമായും ചില ട്രെയിനുകളിൽ മാത്രം ചുരുങ്ങി നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യുവതലമുറ നമ്മുടെ രാജ്യം വിട്ടുപോകുന്നത്, നമ്മുടെ സംസ്ഥാനം വിട്ടുപോകുന്നത്. അവർക്ക് ഇവിടെ താല്പര്യമില്ല. അവർ ഒന്നെങ്കിൽ വിദേശത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമീപത്തുള്ള ബാംഗ്ലൂരിലെങ്കിലും പോയി കർണാടകയിലെങ്കിലും പോയി താമസിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ രീതിയിലേക്കാണ് കേരളത്തിന്റെ അവസ്ഥ നീങ്ങുന്നത്. ഇത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കൃത്യമായി തന്നെ പഠിക്കണം. അവർ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് രാഷ്ട്രീയം ഏതായാലും വികസനത്തിന് വേണ്ടിയുള്ള കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഇവർ ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഈ സ്വീകാര്യത ലഭിക്കുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ 2 തവണ പരാജയപ്പെട്ടതാണ്. 2019-ലും 2021-ലും ആദ്യം ലോക്സഭയിലും നിയമസഭയിലും പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹം വികസന പ്രവർത്തനങ്ങളുമായി അവിടെ ജനങ്ങൾക്കിടയിൽ നിന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 1 കോടി രൂപ മുടക്കി തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായ ശക്തൻ മാർക്കറ്റ് അദ്ദേഹം നവീകരിച്ചു. ആ നവീകരിച്ചതും മറ്റൊരു കാര്യമാണ്. കാരണം അവിടുത്തെ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ എല്ലാം വിമതനായി മത്സരിച്ച ഒരാളാണ് അവിടുത്തെ മേയർ. ആ മേയർ ഉള്ളത് കൊണ്ടാണ് അവിടെ ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അത് സുരേഷ് ഗോപി തന്നെ പലതവണ തുറന്നു പറയുന്നുണ്ടല്ലോ, എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകണം, ആ തൃശ്ശൂർ കോർപ്പറേഷൻ നൽകണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഈ സുരേഷ് ഗോപി കൊടുക്കുന്ന പദ്ധതികളൊന്നും അവിടെ നടപ്പിലാക്കുന്നില്ല. നടപ്പിലാക്കാത്തതിന് കാരണം എന്താണ്? ഈ പദ്ധതികൾ, ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കിയാൽ അതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് ലഭിക്കുമോ എന്നൊരു രാഷ്ട്രീയമായ പേടി ഉള്ളത് കൊണ്ടാണ് അവിടെ തൃശ്ശൂരിൽ പല പ്രവർത്തനങ്ങളും നടക്കാത്തത്. ഈ പേടികൾ ഒഴിവാക്കണം. കാരണം നിങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥിയായാലും ഏത് നേതാവിനെ വിജയിപ്പിക്കാനുള്ള ശ്രമം ജനങ്ങൾ നടത്തും. അത് സുരേഷ് ഗോപിയിൽ നടത്തിയില്ലേ? അപ്പോൾ നിങ്ങൾ ഈ രാഷ്ട്രീയപരമായി ചിന്തിച്ച് നമ്മുടെ നാടിനെ പിന്നോട്ടടിക്കുന്ന രീതിയിലേക്ക് പോകുന്നതിൽ നിന്നും മാറി ചിന്തിക്കണം. ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ നിങ്ങൾ കൃത്യമായി സ്ഥലമെടുത്തു നൽകൂ, വികസനങ്ങൾ വരട്ടെ, വ്യവസായങ്ങൾ വരട്ടെ. ഇപ്പോൾ വ്യവസായികൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും പൂർണ്ണമായി പോകുകയല്ലേ? കിറ്റക്സ് അടക്കമുള്ളവർ CPM-നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭയപ്പെട്ടു പോവുകയല്ലേ? കാരണം അവർക്കെതിരെ ആരെങ്കിലും തിരിയുകയാണെങ്കിൽ, അവർക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ, തങ്ങൾക്ക് ക്രെഡിറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പൂർണ്ണമായി തന്നെ അവരെ ഇവിടെ നിന്ന് ഇല്ലാതാക്കുകയാണ്. ഇല്ലാതാക്കുമ്പോൾ നഷ്ടമാർക്കാണ്? മലയാളികൾക്കല്ലേ. ഒരു വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ എത്ര പേർക്ക് ജോലി ലഭിക്കും? എത്ര പേർക്ക് അതിലൂടെ വരുമാനം കണ്ടെത്താൻ കഴിയും? ഇത് ചെറുതായി തന്നെ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ പിറ്റേ ദിവസം അവിടെ കൊടി ഉയർത്തും. കാരണം നോക്കുകൂലി കൊടുത്തില്ല, അതോടൊപ്പം തന്നെ പാർട്ടി ഫണ്ട് കൊടുത്തില്ല, ഇവരെ പരിഗണിച്ചില്ല, ഇവർ പറയുന്നവരെ എടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി എങ്ങനെയെങ്കിലും പിന്നീട് ആ സ്ഥാപനം എങ്ങനെയെങ്കിലും പൂട്ടിക്കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലോ ഇപ്പോൾ കൃഷിയുമായി തന്നെ ബന്ധപ്പെട്ട് നോക്കാം. അവിടെ അയൽ സംസ്ഥാനങ്ങളിൽ അവിടെ സൗജന്യമായി വെള്ളം ലഭിക്കുന്നു, വൈദ്യുതി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് കർണാടകയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും പോയി കൃഷി ചെയ്യുകയാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ കേരളത്തിൽ ചെയ്യുന്നില്ല? മലയാളികൾ തമിഴ്നാട്ടിലും കർണാടകയിലും പോയി വ്യവസായങ്ങൾ ചെയ്യുന്നു, ഫാക്ടറികൾ തുറക്കുന്നു. അവർ എന്തുകൊണ്ട് കേരളത്തിൽ തുറക്കുന്നില്ല? അപ്പോൾ അടിയന്തരമായി തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇതിനെക്കുറിച്ച് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ഇതിന്റെ പരിഹാരം കണ്ടെത്തണം. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ച് വികസന പ്രവർത്തനങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി പുതിയൊരു കേരളം. ഇപ്പോൾ പിണറായി പറയുന്നത് വളരെ കറക്റ്റാണ്, പക്ഷെ അദ്ദേഹം അതിന് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. നവകേരളം, കേരളത്തിന് ഇനി മാറ്റമാണ് ആവശ്യം. നാം അല്ലാതെ പഴയ നമ്മൾ പൂർണ്ണ സാക്ഷരതയാണ്, അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ മുന്നിലാണ്, ഞങ്ങൾ വൃത്തിയിൽ മുന്നിലാണ്, എല്ലാത്തിലും മുന്നിലാണ്. പക്ഷെ അവിടെ നിന്നും നമുക്ക് പിന്നിൽ നിന്നവർ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. തമിഴ്നാടായാലും കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ പഴയ കാര്യം പറഞ്ഞ് ഞങ്ങളാണ് സാക്ഷരതയിൽ ആദ്യം എത്തിയത്, എന്ന് പറഞ്ഞ് നാം അവിടെ നിൽക്കുകയാണ്. നമുക്ക് പുറകെ വന്നവർ അതിവേഗത്തിൽ മുന്നോട്ട് ഓടുകയാണ്. അത് തിരിച്ചറിയുക. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ബുള്ളറ്റ് ട്രെയിൻ എന്ന പ്രഖ്യാപനം എന്തായാലും കേരളത്തിൽ ജനങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ മുംബൈ, ഗുജറാത്തിൽ മേഖലയിലെല്ലാം ബുള്ളറ്റ് ട്രെയിനിന്റെ ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്.
വൈകാതെ തന്നെ അത് കേരളത്തിലും എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.